പറയുന്ന ആളുകൾക്ക് ഒരു വ്യക്തതയില്ല. പറയുന്ന ആൾക്ക് വ്യക്തതയില്ല, പിന്നെ കാണുന്ന നമ്മൾക്ക് എങ്ങനെ വ്യക്തത വരാനല്ലേ? അപ്പോൾ എന്താണ് സത്യം എന്നുള്ളത് നമുക്ക് ആർക്കും മനസ്സിലായില്ല. പക്ഷേ പോലീസിന് മനസ്സിലായിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് അതീവ രഹസ്യമായിട്ടുള്ള അല്ലെങ്കിൽ അതീവ തീവ്ര സ്വഭാവമുള്ള രഹസ്യമൊഴി പോലീസ് രേഖപ്പെടുത്താതെ തള്ളിക്കളഞ്ഞത്. കാരണം അതിൽ അത്രയ്ക്കുള്ള വാല്യൂ ഉണ്ടാവില്ല. ആരുടെ ഇൻറ്റൻഷനാണ് വേടനെ കൊടുക്കണമെന്നുള്ളതും ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന യുവ ഡോക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ട പെൺകുട്ടികൾ വന്ന് സംസാരിക്കുന്നതെന്നും അത് മനസ്സിലായതുകൊണ്ട് തന്നെ നമ്മുടെ ഇരട്ടച്ചങ്കനും ഇരട്ടച്ചങ്കൻ്റെ ടീമും എല്ലാം ഈ പറയുന്ന തന്തയില്ലായ്മയ്ക്കെതിരെയൊക്കെ എതിർക്കുന്നതിൻ്റെ ഫലമായിട്ട് തന്നെ ആയിരിക്കാം വേടനെതിരെ കൊടുത്തിരിക്കുന്ന രഹസ്യമൊഴി തള്ളിക്കളഞ്ഞത്. എന്ത് തന്നെയാണെങ്കിലും അടിപൊളി കാര്യം തന്നെയാണ്. ഒരു പുരുഷനെതിരെ ഒരു പരാമർശമായിട്ടൊരു പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ ആ പെണ്ണ് പറയുന്നതാണ് സത്യമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ നാട്ടിലെ ഒരു ഇരട്ടത്താപ്പ്, ഈ ഒരു നീതി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ നിയമ സംവിധാന വ്യവസ്ഥയുണ്ടല്ലോ, ഇതൊക്കെ പൊളിച്ചെഴുതേണ്ട സമയം കഴിഞ്ഞു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലും ഞാനൊരു ന്യൂസ് കണ്ടിരുന്നു. അതിന് മുൻപത്തെ ദിവസങ്ങളിൽ ആലപ്പുഴയിലെ ഒരു വിഷയം നമ്മൾ കണ്ടിരുന്നു. ഒരു യുവതി കൊടുത്തൊരു വ്യാജ പരാതിയുടെ പേരിൽ, കഴിഞ്ഞ ദിവസം കണ്ടത് അയൽവാസി കൊടുത്ത വ്യാജ പരാതിയുടെ പേരിൽ വർഷങ്ങളോളം